പല മുണ്ടാങ്കൽ ഇളന്തോട്ടം പുലിമലക്കുന്ന് റോഡ് നവീകരണം പൂർത്തിയായി. മാണി എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 15 ലക്ഷം രൂപ അനുവദിച്ചാണ് മുണ്ടാങ്കൽ ഇളന്തോട്ടം പള്ളി DST മഠം പുലിമലക്കുന്ന് റോഡ് നവീകരണം നടത്തിയത്. ഇളന്തോട്ടം പള്ളി അങ്കണത്തിൽ ചേർന്ന യോഗത്തിൽ റോഡിന്റെ ഉദ്ഘാടനം മാണി എംഎൽഎ നിർവഹിച്ചു. ഈ വഴിയെപ്പറ്റി അച്ഛനും ഈ വഴിക്ക് താമസിക്കുന്ന മുഴുവൻ പേരും നിരന്തരമായി പരാതി പറയാറുണ്ട്. അങ്ങനെ ഇതിലൂടെ ഒരു ദിവസം ഞാൻ ബൈജുവിനെ വിളിച്ചു പറഞ്ഞു, ഇതിൻ്റെ എത്രയാണ് ഒരു എസ്റ്റിമേറ്റ് എടുക്കുന്നത് ചെയ്തോളാം. അപ്പം ബൈജു എന്നോട് പറഞ്ഞു, ഇതിലും വലിയൊരു മോഡാലി അപ്പുറത്തുണ്ട്, പുള്ളിയുടെ വീടിൻ്റെ എന്നോട് പോകുന്ന വഴി 65 ലക്ഷം രൂപയ്ക്ക് ചെയ്യാമെങ്കിൽ പകരം മുനിസിപ്പാലിറ്റി ഇത് ചെയ്തു തന്നതാണെന്ന് പറഞ്ഞു. ഏതായാലും അത് ചെയ്തു. പക്ഷെ ഇത് ചെയ്യാൻ പറ്റിയില്ല. കാരണം ആ നേരത്തെ മുനിസിപ്പാലിറ്റിക്ക് ഫണ്ടില്ലാതായി. പിന്നീട് ഫണ്ട് ഞാൻ ചോദിച്ചപ്പോഴും ബൈജു പറഞ്ഞവരോട് നിരന്തരം ചെയ്തുകൊണ്ടിരുന്ന മഴ കാരണം ഒന്നും ചെയ്യാൻ പറ്റാതെ വന്നു. ആ കോൺട്രാക്ട് ഒരുപാട് നഷ്ടം വന്നിട്ടുണ്ട്. 2 പ്രാവശ്യം ഇത് പാച്ച് ചെയ്താൽ 2 പ്രാവശ്യം പിറ്റേ ദിവസം തന്നെ മഴ ചെയ്ത് അത് പോവുകയും ചെയ്തു. ഏതായാലും ഇന്നും എല്ലാം നല്ല മംഗളകരമായി ഭവിച്ചു. ഇവിടുന്ന് മഠം മുതൽ മുമ്പോട്ടുള്ള മുനിസിപ്പാലിറ്റിയുടെ ബാക്ക് റോഡും ഇതിൻ്റെ ഭാഗമായി ചെയ്തിട്ടുണ്ട്. ഇനി ഐറിഷ് വർക്കുണ്ട്. ബൈജു പറഞ്ഞാൽ നേരത്തെ 2.5 ലക്ഷം രൂപ മറ്റേ അക്കൗണ്ടിൽ കിടപ്പുണ്ടെന്ന് പറഞ്ഞു. അത് മുഴുവൻ ഭാഗവും ഐറിഷ് ചെയ്ത് പോവുകയാണെങ്കിൽ നന്നായിരുന്നു. ഇളന്തോട്ടം പള്ളി വികാരി റവറന്റ് ഫാദർ ജോർജ് അമ്പഴത്തങ്ങൽ അധ്യക്ഷനായിരുന്നു. വാർഡ് കൗൺസിലർ ബൈജു കൊല്ലംപറമ്പിൽ സ്വാഗതം ആശംസിച്ചു. മാണി എംഎൽഎ, വാർഡ് കൗൺസിലർ ബൈജു കൊല്ലംപറമ്പിൽ, കോൺട്രാക്ടർ ഉണ്ണി അരവിന്ദ് എന്നിവരെ ആദരിച്ചു. പയസ് തെക്കേക്കണ്ടത്തിൽ വിനോദ് വേർനാനി തുടങ്ങിയവർ പ്രസംഗിച്ചു. മുണ്ടാങ്കൽ ഇളന്തോട്ടം നിവാസികൾ, രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കൾ, പൊതുജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു.